ഇപ്പോഴത്തെ കോൺഗ്രസ് എന്ത് കോൺഗ്രസാ? പണ്ട് സൂക്ഷ്മമായി പറഞ്ഞാല് 1945-ലാണ് സ്വാതന്ത്ര്യ സമരം അങ്ങനെ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന കാലം. അന്ന് ഈ നിൽക്കുന്ന സേതു ഒന്നും ഇല്ല. കേട്ടോ നായരെ, നമ്മുടെ TK-യും അനന്തസുബ്രഹ്മണ്യരും ചേർന്ന് നിർബന്ധിച്ചിട്ടാണ് എന്നെ കോൺഗ്രസ് ചേർത്തത്. ഞാനന്ന് സിംഗപ്പൂരിലായിരുന്നുകൊണ്ട് ഇവിടുത്തെ പൊളിറ്റിക്കൽ സ്ട്രഗിളിനെ പറ്റി നേരിട്ടുള്ള അനുഭവമില്ല. എന്റെ പത്മനാഭൻ നായര്, അതൊരു കാലമായിരുന്നു. ആവേശം അങ്ങനെ അങ്ങ് നിറഞ്ഞു നിൽക്കല്ലേ. ആരോടാ കളിക്കുന്നേ? സാഹിബിനോടാ. തന്നേക്കാ വലിയ ശത്രുവിനെ നേരിടുമ്പോഴുള്ള ആ ഒരു വീര്യം ഉണ്ടല്ലോ, അതൊന്നും വേറെ തന്നെയാ. ഞാനും കൂടെ കോൺഗ്രസ് ആയപ്പോ ആളുകളൊക്കെ ഇളകി. എന്റെ പൊന്ന് ചേച്ചി, എന്തെങ്കിലും കാരണം പറഞ്ഞ് ചേട്ടൻ ഇങ്ങോട്ട് വിളിക്കും. അല്ലെങ്കിൽ അവര് രണ്ടുപേരും കൂടെ ചേർന്ന് ചേട്ടനെ ഇന്ന് കഷ്ണമാക്കും. നിൽക്കുന്ന നിൽപ്പ് കണ്ട പാവം തോന്നും ചേച്ചി. നീ എന്തെങ്കിലും കാരണം പറഞ്ഞ് ചേട്ടനെ വിളിക്കും. ചെല്ലും. ഇന്നത്തെ പോലെ ധാരാളം രാഷ്ട്രീയ പാർട്ടികളൊന്നും അന്നില്ലല്ലോ. കോൺഗ്രസ് മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ. ചെയ്തേട്ടാ, ചേച്ചി വിളിക്കുന്നു. നീയല്ലേ? ഞങ്ങൾ കുറച്ചേരം കൂടെ ഇങ്ങനെ മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാല്, പിന്നെ അവിടുത്തെ വധത്തിൽ നിന്ന് രക്ഷിച്ചതിന് എനിക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വാങ്ങിച്ചു തരണം കേട്ടോ. സ്വതയം മിണ്ടാട്ടം ഇല്ലാത്ത ആളാണ് നമ്മുടെ അച്ഛൻ. സേതുവേട്ടന്റെ അച്ഛൻ വന്നപ്പോഴല്ലേ ഒന്ന് മിണ്ടി കേട്ടത്. നല്ല മിണ്ടലാണ്. ആരെ വെട്ടുമെന്നാ സംശയം. വാളും തമ്മിലല്ലേ ഉരസല്. പറ്റിയ പാർട്ടിയാ രണ്ടും. ഹലോ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? അല്ല, ഞങ്ങൾ വന്നത് ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ടൗൺ വരെ ഒന്ന് പോകണം. അപ്പൊ സേതുവട്ടം ബാങ്കിൽ പോകുമ്പോ കൂടെ വന്ന ഒരു ഫ്രീ ലിഫ്റ്റ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു. അതിനൊന്ന് ഞായറാഴ്ചയല്ലേ? അയ്യോ, അതോർത്തില്ല. പറഞ്ഞ പോലെ ഇന്ന് ഞായറാഴ്ചയാണല്ലോ. ബാക്കിയുള്ളവരൊക്കെ എവിടെ? മോൾ ഉറക്കമാണ്. നിർമ്മലാപ്പുറത്ത് കാണും. തീരെ രാവിലെ അമ്പലത്തിൽ പോയി. വരുന്ന വഴി ഹരിയുടെ വീട്ടിൽ കയറുമെന്നാ പറഞ്ഞത്. നിർമ്മലേ, ഹരിയും ഫ്രണ്ടും വന്നിരിക്കുന്നു. കാപ്പി എടുക്കും. കാപ്പി അതിനെന്താ കുടിക്കാം. കഴിഞ്ഞ തവണ കാപ്പ് കുടിക്കാൻ വിളിച്ചിട്ട് നിൽക്കാൻ പറ്റിയില്ല. തിരക്കുകൊണ്ടാണെങ്കിൽ നന്ദുവിന് അത് വലിയ ഫീലിംഗ് ആയിപ്പോയി. അതുകൊണ്ട് ഇന്ന് ഏതായാലും കാപ്പ് കുടിച്ചിട്ടേ പോകുന്നുള്ളൂ. ഏതായാലും നിങ്ങൾ ഇന്ന് വന്നത് നന്നായി. ഞായറാഴ്ച ആയതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാതിരിക്കുക. നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചോണ്ടിരിക്കാം. അയ്യോ, അതല്ല, കാപ്പി പിന്നീട് ഒരിക്കലാവാം. എനിക്ക് അത്യാവശ്യമായിട്ട് ടൗൺ വരെ ഒന്ന് പോയേ പറ്റൂ. എടാ, അതിനൊന്ന് ഞായറാഴ്ചയല്ലേ? അയ്യോ, എന്നാലും പോണം. അത്ര അത്യാവശ്യമുള്ളതുകൊണ്ടാ. ഹരി, ഒരു കാര്യം ചെയ്യ്. നീ സംസാരിച്ച് കാപ്പുടിയൊക്കെ കഴിഞ്ഞ് സാവകാശം വാ. അപ്പോഴേക്കും ഞാൻ പോയിട്ട് വരാം. പറ്റേട്ടാ. എക്സ്ക്യൂസ് മീ, ഹരി ഇവിടെ ഉണ്ടോ? ഹരി നിങ്ങളും കൂടെ അല്ലേ വീട്ടിലേക്ക് പോയത്? അതെ, വാസ്തവം. ഞാൻ പിന്നെ എന്തെങ്കിലും ഒന്ന് ചോദിക്കേണ്ടെന്ന് കരുതി അങ്ങ് ചോദിച്ചെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേറെ ഒരു ജോലിയില്ലേ? പിന്നെ കമ്പനി നല്ല ഫസ്റ്റ് ക്ലാസ് ജോലിയുണ്ട്. 10,000-2,000 രൂപ ശമ്പളവും കിട്ടും. നാണമില്ലാതെ എന്തിനാ ഇങ്ങനെ നിങ്ങൾ എന്റെ പുറകെ നടക്കുന്നത്? ഇത്രയും നാളായിട്ട് നിങ്ങൾക്ക് നിർത്താറായില്ലേ? ഇത്രയും നാളായിട്ടും ഞാൻ ഈ പഠിച്ച പണി മുഴുവനും നോക്കിയിട്ടും എന്നെ മൈൻഡ് ചെയ്യാതുള്ള സീതയുടെ ഈ സ്റ്റൈൽ ഉണ്ടല്ലോ, അതാണ് എന്നെ കൂടുതൽ ആകർഷിച്ചത്. സത്യം. ഓരോ തവണ ഞാൻ അപ്രോച്ച് ചെയ്യുമ്പോഴും സീത എന്നെ ഇഗ്നോർ ചെയ്യുന്നു. ദ മോർ ഐ ലൈക്ക് യു. നിരസിക്കും തോറും എനിക്ക് ഇഷ്ടം കൂടുക. സത്യം പറഞ്ഞ എനിക്ക് സീതയെ കല്യാണം കഴിക്കണം വരെ ആഗ്രഹമുണ്ട്. വെറുതെ തോന്നിയാസം പറഞ്ഞത് കണ്ടോ? ഇപ്പൊ തന്നെ എനിക്ക് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു സീത ചോദിച്ചു. ഇതാണ് എനിക്കിഷ്ടം. അല്ലാതെ കേട്ട ഉടനെ നാണിച്ച് തലതാഴ്ത്തി അച്ഛനോട് ചോദിക്കൂ എന്ന് പറയുന്ന അലവലാദികൾ ആർക്ക് വേണം? എതിർക്കൂ. അതാണ് എനിക്ക് സന്തോഷം. ഐ റിയലി മീൻ ഇറ്റ് സീത. എനിക്ക് സീത ഇഷ്ടമാണ്. ഐ ലവ് യു. ഈ നന്ദു ഉണ്ടല്ലോ, അവനൊരു പെക്യൂലിയർ ടൈപ്പാണ്. അങ്ങനെ ഇങ്ങനെ ആൾക്കാരുമായിട്ട് അടുക്കത്തില്ല. അടുത്താലോ ഭയങ്കര അറ്റാച്ച്മെന്റും ആയിരിക്കും. ധാരാളം സ്വത്തും പ്രതാപവും ഒക്കെ ഉള്ള തറവാട്ടി ജനിച്ചതല്ലേ, അതിന്റെ ഒരു ഗുണം കാണാതിരിക്കുവോ? സ്വഭാവം എന്ന് പറഞ്ഞാലോ, മഷിയിട്ട് നോക്കിയാൽ കാണില്ല ഇങ്ങനെ ഒരാളിനെ. സിഗരറ്റ് വലിക്കില്ല, സ്മാൾ അടിക്കില്ല, എന്തിന് യാതൊരുവിധ ചീത്ത സ്വഭാവങ്ങളും ഇല്ല.
നന്ദുവിനെ കുറിച്ച് പറഞ്ഞിരുന്നോണ്ട് സമയം പോയത് അറിഞ്ഞില്ല. അപ്പൊ ഞാൻ വരട്ടെ. ആയിക്കോട്ടെ. ഹരി, ഈ പുതിയ പണി എപ്പോഴാ തുടങ്ങിയത്? ഏത്? അല്ല, കൂട്ടുകാരന് വേണ്ടി ഇപ്പൊ നടത്തുന്ന ഈ പണിയുണ്ടല്ലോ, അത് എപ്പോഴാ തുടങ്ങിയതെന്ന്. എടാ ചക്കരേ, നിന്റെ ഒരു ഐശ്വര്യം ഞാൻ ആലോചിക്കായിരുന്നു. ദേ, നീ 1 മണിക്കൂർ മാറി നിന്നു, അതിന്റെ ഐശ്വര്യം എനിക്കുണ്ടായി. ഞാൻ സീതയെ കണ്ടു, എനിക്ക് ഇഷ്ടമാണെന്നും കല്യാണം കഴിക്കാൻ ആഗ്രഹമാണെന്നുള്ള മാറ്റർ സ്റ്റൈലായിട്ട് അങ്ങ് പ്രസന്റ് ചെയ്തു. ഞാനിപ്പോ അതിനുള്ളതും കൂടെ അനുഭവിച്ചാ പോരുന്നത്. ഞാൻ എന്നാ ഈ മാമാ പണി തുടങ്ങിയെന്ന് അവൾ എന്റെ മുഖത്ത് നോക്കി ചോദിച്ചടേ. ആ, ഞാനങ്ങ് ഉരുകി വല്ലാണ്ടായി. എനിക്ക് അപ്പോഴേ തോന്നി നീ വല്ല തോന്നിയാസവും കാണിച്ചിരിക്കും. അല്ലെങ്കിൽ പിന്നെ സീത എന്റെ മുഖത്ത് അങ്ങനെ ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ? നിന്നെ പണ്ട് കോളേജ് പഠിക്കുമ്പോ ഹരി പറയായിരുന്നു, അമ്മയ്ക്ക് ഈന്തപ്പഴം എന്ന് വെച്ചാൽ ജീവനാന്ന്. അപ്പൊ ഞാനിന്ന് ടൗണിൽ പോയപ്പം കുറച്ച് വാങ്ങിച്ചേ, നല്ല സ്റ്റൈല സാധന. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞ അമ്മ സാധിച്ചു തരാം. കാര്യം എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. അതെ, ഞാൻ ഈയിടെ ഒരു കുട്ടിയെ കണ്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് അവരോട് അവതരിപ്പിച്ചാൽ മാത്രം പോരാ, കല്യാണം നടത്തി തരണം. കുട്ടി ഏതാണെന്ന് പറ. സീത. നമ്മുടെ സീതയോ? ഇക്കാര്യം നിനക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു? ഇതിനാണോ ഇത്രയും വിളക്ക് കിട്ടിയത്? നല്ല കാര്യമാ കുഞ്ഞ്, നല്ല കുടുംബം. ആ കുഞ്ഞാണ് എനിക്ക് എന്റെ മോളെ പോലെയാ. പിന്നെ കുഞ്ഞിന്റെ കുടുംബം ഒട്ടും മോശമല്ലല്ലോ. നിങ്ങൾ തമ്മിൽ ചേരും. നീ ഇതെവിടെയായിരുന്നു? അമ്മേ, ഞാൻ ക്ലബ്ബ് വരെ പോയിരുന്നു. നീ വരാന്ന് പറഞ്ഞിട്ട് ഒരുമാതിരി ചുമ്മാ. ഇല്ല, ഞാൻ വേറെ വഴിക്ക് പോയി. എടാ ഹരി, നമ്മുടെ പത്മനാഭൻ ചേട്ടന്റെ മോള് സീതയില്ലേ, അവളെ നന്ദുവിന് വേണ്ടി ഒന്ന് ആലോചിച്ചാലോ? നല്ല ബന്ധമായിരിക്കും. നിങ്ങൾ സംസാരിച്ചോണ്ട് നിക്കേ, ഞാൻ ചോറ് കൊണ്ടുവാ. നന്ദു, നീ ആള് കൊള്ളാമല്ലോടാ. എടാ, അതാണടാ ആണുങ്ങളുടെ മിടുക്കെന്ന് പറയുന്നത്. നിന്നെ ഏൽപ്പിച്ചൊരു ജോലിക്ക് നിനക്ക് കാര്യപ്രാപ്തി ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി. നിന്നെ പിരിച്ചുവിട്ടു. പകരം കാര്യപ്രാപ്തി ഉണ്ടെന്ന് എനിക്ക് ബോധ്യമുള്ള ഒരാളെ ഞാൻ കണ്ടെത്തി. ദാറ്റ്സ് ഓൾ, സോ സിമ്പിൾ. നിന്നെ സമ്മതിക്കണം. വാ മക്കളെ, ഊണ് കഴിക്കാം. എനിക്ക് പൂണ് വേണ്ട. ആ, യവന് വേണ്ടി പെണ്ണാലോചിക്കാൻ അമ്മയ്ക്ക് സമയമുണ്ട്. ഇവിടെ ഒരുത്തം പെര ഇറങ്ങി നിന്നിട്ട് അമ്മയ്ക്ക് ഒരു കുലുക്കവും ഇല്ലല്ലോ. അയ്യാ, പെണ്ണാലോചിക്കാത്ത കുറ്റമേ ഉള്ളൂ. കാശിന് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടോടാ? പെണ്ണാലോചിക്കണം പോലും. പിന്നെ ലോകത്ത് വരുമാനം ഇല്ലാത്തവനൊക്കെ ജീവിതകാലം മുഴുവൻ കല്യാണം കഴിക്കാതിരിക്കല്ലേ? നീ പോണാണ്. ഞാൻ പോണം. ഹരി, കുഞ്ഞെ, നീ വന്ന് ഊണ് കഴിക്കേ. അവൻ പോന്നെങ്കിൽ പോട്ടെ. അമ്മ, എനിക്ക് ചോറില്ലേ? നിനക്ക് വേണമെങ്കിൽ വന്നുണ്ണ്. വേണേ വന്നോളൂ. എനിക്ക് വേണ്ട. വേണ്ടേ വേണ്ട. അമ്മ, മോരുണ്ടോ? ഇല്ല. ഇല്ല. മോരല്ലെങ്കിലും ഉണ്ണ. അമ്മ വിളിച്ചല്ലേ. ഹരിയുടെ കൂടെ പഠിക്കുന്ന കാലം തൊട്ടേ എനിക്ക് ആ കുഞ്ഞിനെ അറിയാം. നല്ല പയ്യനാ. അതുകൊണ്ടാണ് ഞാൻ തന്നെ ഇത്രയും താല്പര്യമെടുത്ത് ഈ കാര്യം പറയുന്നത്. അയ്യോ, അതിനെന്താ ചിറ്റമ്മേ, കൊള്ളാവുന്ന കാര്യമാണെങ്കിൽ നമുക്ക് ആലോചിക്കാമല്ലോ. സേതുവട്ടം വരട്ടെ, അച്ഛനോടും പറയാം. പത്മനാഭൻ ചേട്ടനോട് ഞാൻ തന്നെ പറയാം. അതിനു മുൻപ് നീ സീതയെ വിളിച്ച് ഇണക്കത്തിന് നീയും സേതുവും കൂടെ ചോദിക്കും. അവരുടെ മനസ്സോടൊന്നും അറിയണമല്ലോ. ശരി. ഹരി, കല്യാണം ആലോചിച്ചെന്ന് വെച്ചേ വീട്ടിലോട്ട് വിളിപ്പിക്കാതെ ബാങ്കിലോട്ട് വരാൻ പറഞ്ഞെന്തിനാ? തല്ലിപ്പൊളി ആക്കോ? ഏതായാലും നനഞ്ഞു. എന്നാ പിന്നെ കുളിച്ച് കയറാം. നമുക്ക് വരി നടത്തി വെച്ച് കാണാം. ഹരി കുറച്ചു നേരം പുറത്തു നിൽക്കും. ഞാൻ അദ്ദേഹത്തോടും സംസാരിക്കട്ടെ. ഞാൻ പുറത്തേക്കാം. നന്ദകുമാർ ഇരിക്കും. വേണ്ട, ഞാനിവിടെ നിന്നോളാം. ഇരിക്കണം. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിലെ അച്ഛനും അമ്മയും. ചേച്ചി ഹസ്ബൻഡിന്റെ വീട്ടിലാണ്. ആട്ടെ, എത്ര ദിവസം കൂടെ ഉണ്ടാവും ഇവിടെ? അല്ല, അത് ഞാൻ ഉടനെ പോകും. ഓഫീസിൽ ജോയിൻ ചെയ്യേണ്ടതാണല്ലോ. ഓ, ഡെപ്യൂട്ടേഷൻ കഴിഞ്ഞിട്ടുള്ള ജോയിനിങ് ബാക്ക് അല്ലേ? ഞാനൊരു കാര്യം ചോദിച്ചാൽ വളച്ചൊടിക്കാതെ ഒറ്റ വാക്കിൽ മറുപടി പറയാമോ? നിങ്ങൾക്ക് സീത ഇഷ്ടമാണോ?
ഞാൻ അത് I want a definite, precise answer in a single word. Say yes or no. പറയൂ. അതെ. എങ്കിൽ പിന്നെ അക്കാര്യം ആണുങ്ങളെ പോലെ ചുണയോടെ ഞങ്ങളുടെ അടുത്ത് ഒന്ന് പറയണ്ടേ? ഇങ്ങനെ വളഞ്ഞൊടിഞ്ഞ് നടക്കേണ്ട വല്ല കാര്യമുണ്ടോ? അല്ല, അത് പിന്നെ ഇതിനു മുമ്പ് കല്യാണം കഴിച്ച് പരിചയമില്ലാത്തതുകൊണ്ടാണ്. I like your smartness. താങ്ക് യു. സീതയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് സന്തോഷവും. സീത പഠിക്കാൻ പരീക്ഷയ്ക്കിന് കുറച്ച് ദിവസമുള്ളൂ. അത് കഴിഞ്ഞിട്ട് മതിയെന്നാണ് ഞങ്ങൾക്ക് ഇഷ്ടം പോലെ. പിന്നെ കല്യാണത്തിന് മുമ്പുള്ള റൊമാൻസ് എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഒരു രസമാണ്. ബട്ട് ബി വിത്തിൻ ലിമിറ്റ്. അയ്യോ, അത് പിന്നെ പറഞ്ഞിട്ട് വേണോ? നന്ദുവിന്റെ ഭാഗത്തുനിന്ന് തെറ്റൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തോട് നന്ദു നീതി കാണിക്കും, ഇല്ലേ? തീർച്ച. ഗുഡ് ലക്ക്. താങ്ക് യു. നന്ദു നന്ദു യെസ്, വാട്ട് യു വാണ്ട്? നീ എന്തോന്നടാ ഈ പറയുന്നത്? നിനക്ക് വേണ്ടി ഞാൻ എത്ര നേരം ഇവിടെ കാത്തു നിൽക്കുന്നതെന്ന് അറിയാം. ഇത് ഞാനാണടാ ഹരി. യെസ്. പോയാലും എന്തായാലും സക്സസ്. എന്നോട് ഞാൻ എന്ത് പറയാനാണ് ചേച്ചി? അങ്ങനെയല്ല, നീ പറയണം. നിന്റെ മനസ്സ് പോലെ ഞങ്ങൾ എന്തും തീരുമാനിക്കും. ഹരിയുടെ അമ്മ ഇങ്ങനെ ഒരു പ്രപ്പോസൽ കൊണ്ടുവന്നപ്പോ ഞാൻ വിശദമായിട്ട് അന്വേഷിച്ചു. ചെറുപ്പത്തിന്റെ ചില്ലറ തമാശകളല്ലാതെ നന്ദകുമാറിനെ കുറിച്ച് ഒന്നും എതിരായിട്ട് പറയാനില്ല. ഈസ് എ വെരി ഡീസന്റ് ബോയ്. ഇഷ്ടമാണെങ്കിൽ ആണെന്ന് പറയാൻ, അല്ലെങ്കിൽ അല്ലെന്ന് പറയാൻ എന്തിനാ സീത മടിക്കുന്നത്? നിന്റെ ചേച്ചിയുടെ ചേട്ടന്റെ അടുത്തല്ലേ? പറയൂ സീതേ. എനിക്ക് ഇഷ്ടമാണ് ചേച്ചി. എനിക്ക് നേരത്തെ പറഞ്ഞാ പോരെ? കേട്ടോ നിർമ്മലേ, എന്റെ ബലമായ സംശയം ഇത് നന്ദുവും സീതയും കൂടെയുള്ള ഒരു ഒത്തുകളിയാണെന്ന്. ചുമ്മാ ഇരു ചേട്ടാ. അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യമില്ലാതെ നന്ദു കമ്പനിയിൽ നിന്ന് ഇങ്ങനെ ലീവ് എടുത്ത് ഇവിടെ കറങ്ങി നടക്കുമോ? അത് ശരിയാണല്ലോ. അയ്യോ, ഞാൻ അറിഞ്ഞിട്ടുള്ള കാര്യം പോലും അല്ല. എന്നിട്ട് നന്ദു പറഞ്ഞത് അങ്ങനെയല്ലല്ലോ. ആണോ സീത? അല്ല ചേച്ചി, സേതുവേട്ട എന്നെ കളിയാക്കാൻ വേണ്ടി വെറുതെ പറയാ. കാര്യമൊക്കെ ശരി, കല്യാണം ഒന്നും ചോദിച്ചു. നന്ദുവിന് ജോലി സിറ്റിയില, നീ അവിടെ ഹോസ്റ്റലിൽ. വല്ലപ്പോഴും ഒക്കെ നന്ദു നിന്നെ കാണാമെന്നു വരും. കാണരുതെന്ന് ഞാൻ പറയുന്നില്ല. ബീച്ചിലേക്കോ പാർക്കിലേക്കോ ഒക്കെ വിളിച്ചാ പോകരുതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിനപ്പുറം ചുമ്മാതിരിക്കും സേതുവേട്ട.